UDF സർക്കാർ അധികാരത്തിലേറിയ സമയത്ത് രാഹുൽ ഗാന്ധിയും VD സതീശനൊക്കെ ഒരുപോലെ കൊടുത്തൊരു വാഗ്ദാനമായിരുന്നു വൃദ്ധരായിട്ടുള്ള 60 വയസ്സിന് മുകളിലുള്ള വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾക്ക് 3000 രൂപയാക്കി ആ ഒരു പെൻഷൻ കൂട്ടുമെന്നുള്ളത്. അപ്പൊ ഈ ഒരു പെൻഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടുണ്ട്. ജനങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കുന്ന രീതിയിൽ ഇത്രയും പെട്ടെന്ന് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സർക്കാർ ആ ഒരു തീരുമാനത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. അടുത്ത മാസം മുതൽ 3000 രൂപ വീതം വാർദ്ധക്യം മൂലം അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള വാർദ്ധക്യ പെൻഷന് അർഹരായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും 3000 രൂപ വീതം അടുത്ത മാസങ്ങളിലായിട്ട് പെൻഷൻ കിട്ടുമെന്നുള്ള കാര്യം ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട്. അതിനുവേണ്ടി 1050 കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും ഈ പറയുന്നത് പോലെ അനുവദിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറ് തന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത് വലിയ ഉപകാരമാണ്. ഒറ്റയടിക്ക് ഇത്രയും 3000 രൂപ എന്നുള്ള ആ ഒരു പെൻഷൻ കൂട്ടുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്നത് പോലെ അവർക്ക് ജീവിക്കാനും അവർക്ക് ഈ പറയുന്ന ഒരുപാട് ആവശ്യ സാധനങ്ങളും ഇത്തരത്തിൽ പ്രായമായിട്ടുള്ള വ്യക്തികൾക്ക് ഈ പറയുന്നത് പോലെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മറ്റുള്ള ജോലിക്കും കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും അവർക്ക് വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ 3000 രൂപ എന്നുള്ളൊരു ആ ഒരു എമൗണ്ട് ഒരു മാസം കിട്ടുമ്പോൾ അത് അവർക്ക് വലിയൊരു ഉപകാരമാവും. അപ്പോൾ തീർച്ചയായിട്ടും വൃദ്ധരായിട്ടുള്ള 60 വയസ്സിന് മുകളിലുള്ള വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾക്ക് കൊടുത്ത ആ ഒരു വാഗ്ദാനം പാലിച്ചിട്ടുണ്ട്. 1050 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 3000 രൂപ വീതം ഈ ഒരു വാർദ്ധക്യ പെൻഷന് അർഹരായിട്ടുള്ള എല്ലാവർക്കും അടുത്ത മാസങ്ങളിലായിട്ട് പെൻഷൻ വരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ പാവപ്പെട്ട അച്ഛനമ്മമാർക്ക് ആ ഒരു പെൻഷൻ തീർച്ചയായിട്ടും കിട്ടും. അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത്രയും പെട്ടെന്ന് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്ദിരാ ഗ്യാരണ്ടികളും വളരെ പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാക്കാനായിട്ട് UDF സർക്കാർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇത്രയും പെട്ടെന്ന് തന്നെ കൊടുത്ത എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചതുകൊണ്ട് ഏറ്റവും മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ഒരു അഭിനന്ദനങ്ങൾ ഈ ഒരു സർക്കാരിനും മുഖ്യമന്ത്രി VD സതീശൻ സാറിനോട് പറയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്